1991 ഇറാഖി ജനത അവരുടെ ഉയർത്തെഴുന്നേൽപ്പ് സ്വപ്നം കണ്ട വർഷമായിരുന്നു അത്. അമേരിക്കയ്ക്ക് മുന്നിൽ പരാജയപ്പെട്ട സദ്ദാം ഹുസൈനെയും സംഘത്തെയും എതിർത്ത് തോൽപ്പിക്കാമെന്നവർ കരുതി. ഇറാഖിലാകെയുണ്ടായ ചെറുകലാപങ്ങളും പ്രതിഷേധ പ്രകടനങ്ങളും കനത്ത അടിച്ചമർത്തലിന് വിധേയരായ ഒരു ജനതയുടെ അതിജീവനത്തിനായുള്ള പരിശ്രമമായിരുന്നു. ഇറാഖുമായുള്ള യുദ്ധം അവസാനിപ്പിച്ചു മടങ്ങുന്നതിന് മുൻപ് അമേരിക്കൻ പ്രസിഡന്റ് ജോർജ് ബുഷ് ആഹ്വാനം ചെയ്തതുപോലെ സ്വയം വിമോചിതരാകാൻ വേണ്ടിയുള്ള ഇറാഖി ജനതയുടെ പ്രക്ഷോഭം. കലാപം പൊട്ടിപ്പുറപ്പെട്ടത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നിന്നാണെങ്കിൽ പോലും ഇറാഖിലെ ഒട്ടുമിക്ക ജനവിഭാഗങ്ങളുടെയും പ്രതിനിധികൾ അതിന്റെ ഭാഗമായി. സദ്ദാം ഹുസൈന്റെ ഭരണകാലത്ത് വംശീയവും മതപരവുമായ വേർതിരിവുകൾ ഇറാഖിനെ വല്ലാതെ വിഭജിച്ചിരുന്നു. ജനങ്ങളെ അത് പല തട്ടുകളിലാക്കി. ഇറാഖിലെ ജനങ്ങളിൽ ഭൂരിപക്ഷം വരുന്ന ഷിയ വിഭാഗക്കാർ പോലും അവിടെ രണ്ടാം കിട പൗരന്മാരായാണ് പരിഗണിക്കപ്പെട്ടത്. കുർദുകളാകട്ടെ സദ്ദാം ഹുസൈന്റെ ഭരണകാലത്തിന് മുൻപ് മുതൽ തന്നെ കൊടിയ വിവേചനത്തിന്റെ ഇരകളാണ്. സദ്ദാം ഹുസൈന്റെ കാലമായപ്പോൾ വിവേചനത്തിനെല്ലാം അപ്പുറം കുർദുകൾക്ക് നേരെ വംശഹത്യ തന്നെ നടപ്പിലാക്കുകയായിരുന്നു. ബാത്ത് പാർട്ടിയാകട്ടെ സദ്ദാം ഹുസൈന്റെ കുടുംബ സ്വത്തുപോലെയായി. ബാത്ത് പാർട്ടിയുടെ പ്രധാന പ്രവർത്തകർ പോലും ഈ കുടുംബാധിപത്യത്തിന്റെ ഭീകരതയിൽ ഭയന്ന് നിശബ്ദരായി കഴിയുന്ന അവസ്ഥ. സദ്ദാം ഹുസൈനെതിരെയോ ആ കുടുംബത്തിനെതിരെയോ എന്തെങ്കിലും ചോദ്യമുയർന്നാൽ ചോര കൊണ്ടായിരിക്കും മറുപടി. ആയിരത്തി 1991 ഉയർന്നു വന്ന കലാപങ്ങൾ സദ്ദാമിന്റെ ഈ മേധാവിത്വത്തെ കുടഞ്ഞുകളയാനുള്ള ഒരു ശ്രമമായിരുന്നു. എന്നാൽ അത് വളരെ പെട്ടെന്ന് സംഭവിച്ചതായതുകൊണ്ട് അതിന് കൃത്യമായ നേതൃത്വമോ ഏകീകൃത സ്വഭാവമോ ഉണ്ടായിരുന്നില്ല. സർക്കാരിനെതിരായുള്ള കലാപങ്ങൾ ഇറാഖിന്റെ തെക്കും വടക്കും നടന്നു. അമേരിക്കൻ സൈന്യത്തോട് പൊരുതി പരാജിതരായി മടങ്ങേണ്ടി വന്ന ഇറാഖി പട്ടാളക്കാർ സദ്ദാം ഹുസൈനോടുള്ള പ്രതിഷേധം തെരുവിൽ പ്രകടിപ്പിച്ചതോടെയാണ് സംഭവ പരമ്പരകൾ തുടങ്ങിയത്. തെക്കൻ ഇറാഖിലെ ബസ്രയിൽ തുടങ്ങിയ കലാപം ആദ്യം സൈനികരും പിന്നീട് ജനങ്ങളും ഏറ്റെടുത്തു. വിമതർ നജാഫിലെ ബാത്ത് പാർട്ടി ഓഫീസും പള്ളിയും പിടിച്ചെടുത്തു. തെക്കൻ ഇറാഖിലെ ഷിയ ഭൂരിപക്ഷ മേഖലകളിലേക്ക് കലാപം പെട്ടെന്ന് പടർന്നു പിടിച്ചു. അമര, ദിവാനിയ, ഹില്ല, കർബല, കത്ത്, സമാവ എന്നിങ്ങനെയുള്ള ഷിയ ഭൂരിപക്ഷ മേഖലകൾ വിമതരുടെ നിയന്ത്രണത്തിലായി. ചെറുനഗരങ്ങളുടെ നിയന്ത്രണം അവർ പെട്ടെന്ന് പിടിച്ചെടുത്തു. സദ്ദാം ഹുസൈനെ ഭയന്ന് ഒളിവിൽ കഴിയുകയും ഇറാനിലേക്കും മറ്റും ഒളിച്ചോടുകയും ചെയ്തിരുന്ന ആയിരക്കണക്കിന് ഷിയാക്കൾ ഈ വാർത്തയറിഞ്ഞു. അവർ ജന്മനാട്ടിലേക്ക് മടങ്ങിയെത്തി. വളരെ പെട്ടെന്ന് കലാപത്തിന്റെ ഭാഗമാവുകയും ചെയ്തു. മടങ്ങിവന്നവരുടെ കൂട്ടത്തിൽ നിരോധിത ഷിയ തീവ്രവാദ ഗ്രൂപ്പായ ബദ്ർ ബ്രിഗേഡിലെ അംഗങ്ങളുമുണ്ട്. ഇറാനിലെ ഇസ്ലാമിക ഷിയ രാഷ്ട്രീയ പാർട്ടികളുടെ ഇറാഖി ഘടകമാണ് ബദ്ർ ബ്രിഗേഡ്. ഇറാഖിൽ ബാത്ത് പാർട്ടി ഒഴികെയുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് പ്രവർത്തനാനുമതി നിഷേധിച്ചപ്പോൾ ബദ്ർ ബ്രിഗേഡിലെ അംഗങ്ങൾ ഇറാനിൽ അഭയം തേടുകയായിരുന്നു. അന്ന് അവരുടെ ഷിയ അനുകൂല ഇസ്ലാമിക മുദ്രാവാക്യങ്ങൾ ഇറാഖിലെ ഷിയാകൾ പോലും സ്വീകരിച്ചിരുന്നുമില്ല. എന്നാൽ ഇപ്പോൾ കാലം മാറി. വർഷങ്ങളായി സദ്ദാം ഹുസൈനിൽ നിന്നും നേരിടുന്ന അടിച്ചമർത്തൽ ഷിയാകളെ ആരോടും പൊരുത്തപ്പെടാമെന്ന അവസ്ഥയിലെത്തിച്ചു. അവർ തീവ്ര നിലപാടുകളുള്ള ഗ്രൂപ്പുകളോട് സഹകരിക്കാൻ തയ്യാറായി. അവർക്ക് മാത്രമായിരുന്നില്ല സദ്ദാം ഹുസൈനോട് എതിർപ്പ്. മിലിറ്ററിയിലും മറ്റും ജോലി ചെയ്യുന്ന സുന്നി വിഭാഗക്കാരായ വിമതരും കലാപകാരികൾക്കൊപ്പം ചേർന്നു. ആ കൂട്ടത്തിൽ ഇറാഖി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ അംഗങ്ങളുമുണ്ട്. സദ്ദാം വിരുദ്ധരായ അറബ് ദേശീയവാദികളുണ്ട്.
ബാത്തിസ്റ്റ് പാർട്ടിയിലെ തന്നെ അസംതൃപ്തരും. സദ്ദാം ഹുസൈന്റെ മകൻ ഉദയ് ഹുസൈൻ ഇറാഖിലെ പാരാമിലിറ്ററിയുടെ തലവനാണ്. അയാൾ നടത്തുന്ന ക്രൂരതകൾ ഇറാഖിലെ സൈനികർക്കറിയാം. സൈനികർക്ക് മാത്രമല്ല, ഇറാഖിനാകെ ഒരു പേടി സ്വപ്നമാണ് ഉദയ് ഹുസൈൻ. ഹിറ്റ്ലറുടെ കോൺസെൻട്രേഷൻ ക്യാമ്പുകളോട് മത്സരിക്കുന്ന ദണ്ഡനമുറകൾ അയാളുടെ സ്വകാര്യ തടവറകളിൽ നടക്കാറുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഇറാഖിലെ വ്യത്യസ്തരായ വിഭാഗങ്ങൾ കലാപത്തിനായി തെരുവിലിറങ്ങിയത്. നിർഭാഗ്യവശാൽ ഇവർക്കാർക്കും പൊതുവായ ഒരു അജണ്ടയില്ല. അവരുടെ ആശയഗതികൾക്ക് പരസ്പര ബന്ധവുമില്ല. സദ്ദാം ഹുസൈനെ പുറത്താക്കുക എന്ന ആശയത്തെ മുൻനിർത്തിപ്പോലും അവർക്കിടയിൽ ഒരു ഏകോപനവും രൂപപ്പെട്ടില്ല. ഓരോരുത്തരും അവരവർക്ക് മേൽക്കൈയുള്ള പ്രദേശങ്ങളിൽ അവരുടേതായ പ്രവർത്തനം നടത്തി. തെക്കൻ ഇറാഖിലെ ഷിയ വിഭാഗക്കാരും കമ്മ്യൂണിസ്റ്റുകളും സൈനികരും സദ്ദാം ഹുസൈനെതിരായ കലാപം തുടങ്ങിയിരിക്കുന്നു എന്ന വാർത്ത വൈകാതെ വടക്കൻ ഇറാഖിലെ കുർദ് മേഖലകളിലുമെത്തി. സദ്ദാം ഭരണത്തിന്റെ ഏറ്റവും വലിയ ഇരകളാണ് കുർദുകൾ. അവർ ഈ വിമത നീക്കത്തിൽ അണിനിരക്കാൻ തീരുമാനിച്ചു. ദക്ഷിണ ഇറാഖിലെ പോലെ ഒരു അസംഘടിത നീക്കമായിരുന്നില്ല അത്. കുർദ് മേഖലയിലെ പ്രധാനപ്പെട്ട 2 രാഷ്ട്രീയ പാർട്ടികൾ അവിടെ ഉയർന്നുവന്ന പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകി. പ്രധാനമായും മുന്നിൽ നിന്നത് പേട്രിയോട്ടിക് യൂണിയൻ ഓഫ് കുർദിസ്ഥാനാണ്. കുർദിസ്ഥാൻ ഡെമോക്രാറ്റിക് പാർട്ടിയും ചെറുത്തുനിൽപ്പ് സമരങ്ങളിൽ ചെറുതല്ലാത്ത പങ്കാളിത്തം വഹിച്ചു. ഇതുകൂടാതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് കുർദിസ്ഥാൻ, കുർദിസ്ഥാൻ വർക്കേഴ്സ് പാർട്ടി എന്നീ ഇടത് സംഘടനകളും ആ പ്രദേശത്തെ മറ്റൊരു പ്രബല പ്രതിപക്ഷ സംഘടനയായ അസീറിയൻ ഡെമോക്രാറ്റിക് മൂവ്മെന്റും അവരുടേതായ രീതിയിൽ സമരങ്ങളിൽ പങ്കെടുത്തു. ഇറാഖി സർക്കാർ കുർദുകൾക്കിടയിൽ നിന്നും തെരഞ്ഞെടുത്തിട്ടുള്ള യുവാക്കളെ ഉൾപ്പെടുത്തിക്കൊണ്ട് കുർദിഷ് ഹോം ഗാർഡ് എന്നൊരു അർദ്ധസൈനിക വിഭാഗത്തെ രൂപീകരിച്ചിട്ടുണ്ട്. കുർദിഷ് ഹോം ഗാർഡിലെ ഒരു വിഭാഗവും വിമതപ്രവർത്തനം നടത്തുന്നവർക്ക് പിന്തുണയേകിക്കൊണ്ട് മുന്നോട്ടു വന്നു. ദക്ഷിണ ഇറാഖിലെ പ്രതിഷേധ പരിപാടികൾ തുടങ്ങിയത് 1991 മാർച്ച് 1-നാണ്. മാർച്ച് 5-ന് വടക്കൻ ഇറാഖിലെ റെയ്ന എന്ന പട്ടണത്തിൽ കുർദുകളുടെ ഇറാഖി സർക്കാരിനെതിരായുള്ള കലാപം ആരംഭിച്ചു. ഷിയകളെയും കുർദുകളെയും കൂടാതെ കമ്മ്യൂണിസ്റ്റുകളും ബാത്തിസ്റ്റ് പാർട്ടിയിലെ വിമതരും അസിറിയക്കാരും പട്ടാളത്തിലെ വിമതരും വിവിധ ഇസ്ലാമിക സംഘടനകളും ഈ പോരാട്ടത്തിൽ പങ്കെടുത്തു. എങ്കിലും കലാപം അറിയപ്പെട്ടത് ഷിയാകളുടെയും കുർദുകളുടെയും പേരിലാണ്. അൽബേനിയ, മാൽഡീവ്സ്, ജോർജിയ, എത്യോപ്യ. സഞ്ചാരം വോളിയം നമ്പർ 11. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 9995444222 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. തെക്ക് ഷിയ മുസ്ലിം വിഭാഗക്കാരും വടക്ക് കുർദ് വംശജരും നടത്തുന്ന കലാപം അങ്ങനെ അത് വിലയിരുത്തപ്പെട്ടു. ഇരുകൂട്ടരും സദ്ദാം ഭരണത്തിൽ നിന്നും ഏറെ ക്രൂരതകൾ ഏറ്റുവാങ്ങിയവരാണ്, പ്രത്യേകിച്ചും കുർദുകൾ. കുർദിഷ് മേഖലയിലെ വിമത നീക്കം വളരെ പെട്ടെന്ന് പ്രദേശമാകെ പടർന്നു പിടിച്ചു. 10,000-കണക്കിന് കുർദിഷ് പോരാളികൾ തെരുവിലിറങ്ങി. അവരുടെ കൈവശം ആയുധങ്ങളുണ്ട്. അത് പ്രയോഗിക്കാതെ തന്നെ വടക്കൻ ഇറാഖിലെ കുർദിഷ് മേഖലയിലുള്ള നഗരങ്ങൾ ഓരോന്നായി അവർ കീഴടക്കി. സർക്കാർ ഓഫീസുകൾ പിടിച്ചെടുത്തു. പട്ടാളക്കാരെ തടവിലാക്കി. അവരുടെ ആയുധങ്ങൾ പിടിച്ചെടുത്തു. ഓരോ പ്രദേശത്തേക്കും 10,000-കണക്കിന് പോരാളികൾ ഒരുമിച്ച് മാർച്ച് ചെയ്യുകയായിരുന്നു. ജാഥ മുന്നോട്ട് നീങ്ങുന്തോറും അവർക്കൊപ്പം ആളുകളുടെ എണ്ണം കൂടി വന്നു. ഒടുവിൽ കുർദിസ്ഥാനിലെ സുലൈമാനിയ എന്ന പ്രധാന പട്ടണത്തിൽ സ്ഥിതി ചെയ്തിരുന്ന ഡയറക്ടറേറ്റ് ഓഫ് ജനറൽ സെക്യൂരിറ്റിയുടെ ആസ്ഥാന മന്ദിരം
കുർദിഷ് വിമത പോരാളികൾ പിടിച്ചെടുത്തു. ഇതെല്ലാം ചെയ്യാൻ അവർക്ക് ആയുധങ്ങൾ ഉപയോഗിക്കേണ്ടി വന്നതേയില്ല. ആൾക്കൂട്ടത്തിനു മുന്നിൽ ഇറാഖി സൈനികരുടെ എണ്ണം പരിമിതമായിരുന്നു. സുലൈമാനിയ പട്ടണത്തിന്റെ നിയന്ത്രണം കൂടി ഏറ്റെടുത്തു കഴിഞ്ഞതോടെ കുർദ് പോരാളികൾ പെട്ടെന്ന് അക്രമാസക്തരായി. ഇത്രയും കാലവും അവരനുഭവിച്ചുകൊണ്ടിരുന്ന അടിച്ചമർത്തലിനും കൊടിയ പീഡനങ്ങൾക്കും അവർ പകരം ചോദിച്ചു തുടങ്ങി. കലാപം മുന്നേറുകയും സർക്കാർ ഓഫീസുകൾ പിടിച്ചെടുക്കുകയും ചെയ്യുന്നതിനിടയിൽ അവർ ധാരാളം ബാത്തിസ്റ്റ് ഉദ്യോഗസ്ഥരെയും സുരക്ഷാ ജീവനക്കാരെയും തടവിലാക്കിയിരുന്നു. സർക്കാരിന്റെ ഭാഗമായവർ എന്ന നിലയിൽ അവർക്ക് വധശിക്ഷ വിധിച്ചു. ഒരു വിചാരണയും നടത്താതെയാണ് ശിക്ഷ. സർക്കാരിന്റെ പ്രതിനിധികളായ നൂറുകണക്കിന് ആളുകൾ ഇങ്ങനെ കൊല്ലപ്പെട്ടു. ഏതാണ്ട് 3 വർഷം മുൻപ് 1988 ഇറാഖി സർക്കാർ പിടികൂടിക്കൊണ്ടുപോയ 10,000-കണക്കിന് കുർദുകളെക്കുറിച്ച് ഇതുവരെയും അവർക്ക് അറിയിപ്പുകളൊന്നും കിട്ടിയിരുന്നില്ല. അവർ ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്ന കാര്യം പോലും സദ്ദാം ഹുസൈന്റെ സർക്കാർ അറിയിച്ചിട്ടില്ല. എന്നാൽ അന്ന് കാണാതായ 10,000 കൊല്ലപ്പെടുകയാണുണ്ടായതെന്ന് തെളിഞ്ഞു. അത് സംബന്ധിച്ചുള്ള രേഖകൾ സൂക്ഷിച്ചിരിക്കുന്ന ഓഫീസിൽ നിന്നും ഇപ്പോൾ കുർദിഷ് വിമതർ ഈ രേഖകൾ ഒന്നാകെ പിടിച്ചെടുക്കുകയാണ്. അവരുടെ സഹോദരങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് അവശേഷിക്കുന്നത് ഈ തുണ്ട് കടലാസിലെ രേഖകൾ മാത്രമാണ്. അത്തരം വിവരങ്ങളടങ്ങിയ ടൺ കണക്കിന് കടലാസുകളാണ് അവർ കണ്ടെടുത്തത്. പിൽക്കാലത്ത് അവർ ഈ രേഖകൾ അന്താരാഷ്ട്ര തലത്തിൽ പ്രവർത്തിക്കുന്ന മനുഷ്യാവകാശ സംഘടനയായ ഹ്യൂമൻ റൈറ്റ് വാച്ചിന് കൈമാറി. ഷിയ ഭൂരിപക്ഷ മേഖലയായ തെക്കൻ ഇറാഖിലെ കലാപങ്ങൾ അപ്പോഴും തുടരുകയാണ്. പക്ഷേ അവിടുത്തേതിൽ നിന്നും വ്യത്യസ്തമായിരുന്നു കുർദ് മേഖലയിലെ സംഭവങ്ങൾ. അത് വ്യക്തമായ രാഷ്ട്രീയ നീക്കമായിരുന്നു. അവർക്ക് കൃത്യമായ മുദ്രാവാക്യങ്ങളുമുണ്ട്. ഇറാഖിൽ ജനാധിപത്യം, കുർദിസ്ഥാന് സ്വയംഭരണം, ഇത് രണ്ടുമാണ് അവരുടെ പ്രധാനപ്പെട്ട മുദ്രാവാക്യങ്ങൾ. വിമത നീക്കങ്ങളെക്കുറിച്ചറിഞ്ഞ സദ്ദാമും കൂട്ടരും ആദ്യത്തെ അങ്കലാപ്പിൽ നിന്നുണരാൻ സമയമെടുത്തു. അമേരിക്കയുമായി നടന്ന യുദ്ധത്തിന്റെ ആഘാതത്തിൽ നിന്ന് അവരിനിയും മോചിതരായിട്ടില്ല. ആയുധങ്ങൾ ഉപയോഗിക്കുന്ന കാര്യത്തിൽ UN ഏർപ്പെടുത്തിയ കർക്കശമായ നിയന്ത്രണങ്ങളും നിലവിലുണ്ട്. അവർ വിമത നീക്കങ്ങളെ നേരിടാനുള്ള തന്ത്രങ്ങൾ ആരാഞ്ഞു തുടങ്ങി. കലാപം പടർന്നുപിടിക്കുന്നു എന്ന യാഥാർത്ഥ്യം ഉൾക്കൊണ്ടപ്പോൾ സദ്ദാം ഹുസൈൻ അത് അമർച്ച ചെയ്യാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. ആദ്യം ഒരു ഒത്തുതീർപ്പ് നടത്തിക്കൊണ്ട് കലാപകാരികളെ നയപരമായി നേരിടാമെന്നാണ് സദ്ദാം കരുതിയത്. മാർച്ച് 7-ന് സദ്ദാമിന്റെ ദൂതന്മാർ കുർദുകളുടെയും ഷിയാകളുടെയും നേതാക്കളെ സമീപിച്ചു. അവർക്ക് സദ്ദാം ഹുസൈൻ സർക്കാരിൽ പദവികൾ വാഗ്ദാനം ചെയ്തു. പകരം വേണ്ടത് സദ്ദാം ഹുസൈനോടുള്ള സമ്പൂർണ്ണ വിധേയത്വം മാത്രമാണ്, അവർ പറഞ്ഞു. പക്ഷേ കലാപകാരികൾ സദ്ദാം ഹുസൈന്റെ വാഗ്ദാനം പരിഗണിച്ചതേയില്ല. ഇറാഖിന്റെ തെരുവുകളിൽ അക്രമങ്ങൾ തുടർന്നു. കലാപകാരികൾ പിടിച്ചെടുത്ത പ്രവിശ്യകളിൽ സർക്കാരിന് പൂർണ്ണമായും നിയന്ത്രണം നഷ്ടമാകുന്ന അവസ്ഥ. ഇറാഖ് സർക്കാരിനെ നേരിടാൻ ഉറച്ച വിമത വിപ്ലവകാരികൾ ഇറാഖിലെ 18 പ്രവിശ്യകളിൽ 14 സ്വാധീനമുറപ്പിച്ചു. കുർദുകൾക്ക് സ്വാധീനമുള്ള വടക്കൻ പ്രവിശ്യയിൽ കിർക്കുക്ക് ഒഴികെയുള്ള എല്ലാ പ്രവിശ്യകളും കുർദിഷ് വിമതരുടെ നിയന്ത്രണത്തിലാണ്. എന്നാൽ ഇറാഖിന്റെ തലസ്ഥാനമായ ബാഗ്ദാദിൽ മാത്രം വിമത നീക്കങ്ങൾ ഒരു ചലനവും ഉണ്ടാക്കിയില്ല. ബാഗ്ദാദ് സദ്ദാം ഹുസൈന്റെ ഉറച്ച കോട്ടയായി തുടർന്നു. സദ്ദാമിന്റെ വിശ്വസ്തരുടെ നിയന്ത്രണത്തിലായിരുന്നു അത്. ബാഗ്ദാദിലെ ജനങ്ങൾ പുറത്ത് സംഭവിക്കുന്നതൊന്നും അറിയുന്നില്ല എന്ന മട്ടിൽ അവരുടെ ദിവസങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി. ഒളിവിൽ പ്രവർത്തിക്കുന്ന ദാവ പാർട്ടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി,
ബാത്തിസ്റ്റ് പാർട്ടിയുടെ സിറിയൻ അനുകൂല വിഭാഗം തുടങ്ങിയവരെല്ലാം അവിടെയും ഉണ്ടായിരുന്നു. അവരാരും പ്രത്യക്ഷത്തിൽ സദ്ദാമിനെ എതിർക്കുന്ന എന്തെങ്കിലും സമരപരിപാടികൾ സംഘടിപ്പിക്കാൻ ധൈര്യപ്പെട്ടില്ല. ബാഗ്ദാദിൽ ഒരേ ഒരു സ്ഥലത്ത് മാത്രമാണ് വിമതർക്ക് ചെറിയൊരു ചലനം സൃഷ്ടിക്കാൻ കഴിഞ്ഞത്. ബാഗ്ദാദ് നഗരത്തിനരികിലെ ഏറ്റവും വലിയ ചേരിപ്രദേശമായ സദ്ദാം സിറ്റിയിലായിരുന്നു അത്. ഷിയ മതവിശ്വാസികൾ തിങ്ങിപ്പാർക്കുന്ന ഇടമാണ് ആ ചേരി. ഇറാഖി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു പ്രധാന പ്രവർത്തന കേന്ദ്രമായിരുന്നു ഇത്. ഷിയ പുരോഹിതനായ മുഹമ്മദ് സാദിഖ് അൽ സദറിന് വലിയ സ്വാധീനമുള്ള സ്ഥലം. സദ്ദാം ഹുസൈന്റെ പ്രവർത്തനങ്ങളെ പരസ്യമായി വിമർശിക്കാൻ ധൈര്യപ്പെട്ട ആ പുരോഹിതന് അവിടെയുള്ള ജനങ്ങൾക്കിടയിൽ നല്ല സ്വാധീനമുണ്ട്. അദ്ദേഹം അവിടെയുള്ള ജനങ്ങളെ നേരത്തെ മുതൽ തന്നെ സംഘടിപ്പിച്ചിരുന്നു. സമ്പന്നമായ ബാഗ്ദാദ് നഗരത്തിനരികിൽ ദാരിദ്ര്യത്തിന്റെ ലോകമായി നിലനിന്ന ആ ചേരിയിൽ നിന്നും ഉയർന്ന കലാപശ്രമങ്ങൾക്ക് പക്ഷേ അധികം ആയുസ്സുണ്ടായില്ല. ബാഗ്ദാദിലെ പ്രബലരായ സദ്ദാം അനുകൂലികൾ അത് വളരെ പെട്ടെന്ന് തന്നെ അടിച്ചമർത്തി. മറ്റുള്ള സ്ഥലങ്ങളിൽ കാര്യങ്ങൾ നിയന്ത്രണ വിധേയമാക്കണമെങ്കിൽ ബലപ്രയോഗം കൂടിയേ തീരൂ. സദ്ദാം ഹുസൈനും അദ്ദേഹത്തിന്റെ ഏറ്റവും വിശ്വസ്തരായ ഉദ്യോഗസ്ഥരും കുടുംബാംഗങ്ങളും അടങ്ങുന്ന സംഘം അതിനായുള്ള ആലോചനയിലാണ്. ബാഗ്ദാദും മറ്റു ചില സ്ഥലങ്ങളും ഒഴികെ ഇറാഖിലാകെ മുഴങ്ങിക്കേൾക്കുന്ന സദ്ദാം വിരുദ്ധ മുദ്രാവാക്യങ്ങൾ അമർച്ച ചെയ്യാനുള്ള ശ്രമങ്ങൾ കുറെ കൂടി ശക്തമായി. സൈനികരുടെ നഷ്ടവും ആയുധങ്ങളുടെ കുറവും അവർ നേരിടുന്ന പ്രതിസന്ധികളാണ്. കുവൈറ്റിൽ നിന്നും മടങ്ങുമ്പോൾ ഇറാഖി സൈനികർക്ക് അവരുടെ ടാങ്കുകളും പീരങ്കികളും നഷ്ടപ്പെട്ടിരുന്നു. ഏറെ എണ്ണം ശത്രുക്കളുടെ ആക്രമണങ്ങളിൽ തകർന്നു. കുറച്ചൊക്കെ അമേരിക്കൻ സൈനികർ പിടിച്ചെടുത്തു. യുദ്ധം പരാജയപ്പെട്ടതിനു ശേഷം ജീവനും കൊണ്ട് മടങ്ങിയ സൈനികർ അവരുടെ വാഹനങ്ങളും ആയുധങ്ങളും അവിടെ ഉപേക്ഷിക്കുകയായിരുന്നു. സൈനികരിൽ നിന്നും കുറേയധികം പേർ വിമതർക്കൊപ്പം ചേർന്നിട്ടുമുണ്ട്. വളരെ വേഗത്തിൽ ഒരു വ്യോമാക്രമണത്തിലൂടെ വിമതരെ നേരിടാമെന്ന് വിചാരിച്ചാലും ആയുധങ്ങൾ ഉപയോഗിക്കുന്നത് സംബന്ധിച്ച് യുഎന്നിന്റെ കർക്കശമായ നിയന്ത്രണങ്ങൾ നിലവിൽ വന്നിട്ടേയുള്ളൂ. ഈ പ്രതിസന്ധിയെ എങ്ങനെ മറികടക്കും? അവർ കൂട്ടായി ആലോചിച്ചു. വ്യോമാക്രമണം നടത്താൻ അനുവാദമില്ലെങ്കിലും ഇറാഖിലെ മിക്ക പാലങ്ങളും റോഡുകളും യുദ്ധത്തിൽ തകർന്നിരിക്കുന്നതിനാൽ ഇറാഖി സേനയ്ക്ക് ഹെലികോപ്റ്ററുകൾ ഉപയോഗിക്കാൻ അനുവാദമുണ്ട്. യുദ്ധവിമാനങ്ങൾ ഉദ്യോഗസ്ഥരെ ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാനും മറ്റുമായി ഉപയോഗിക്കാനുള്ള അനുവാദം US ആർമി ജനറലായ നോർമൻ ഷ്വാർസ്കോഫിൽ നിന്നും ലഭിച്ചിട്ടുമുണ്ട്. ഇതിന്റെ മറവിൽ ഹെലികോപ്റ്ററുകളും യുദ്ധവിമാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് സദ്ദാം അനുകൂലികൾ കലാപകാരികളെ അമർച്ച ചെയ്യാനുള്ള ശ്രമങ്ങൾക്ക് തുടക്കം കുറിച്ചു.